2.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു പൈതല് 2 കിലോമീറ്റർ നടന്ന് ദൈവകൃപ കൊണ്ട് വീട്ടിലെത്തി. ഇന്ന് ഗരുഡൻ തൂക്കുന്നോ എന്തോ പറഞ്ഞ് മാലിന്യ കേന്ദ്രം, ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളെ കുറേ ഉണ്ടല്ലോ ഹിന്ദുക്കളുടെ, അതിൽ വെള്ളം അടിച്ചുകൊണ്ടെടുത്ത് തൂങ്ങിയെടുക്കുന്നുണ്ട്. ആ തെമ്മാടിയുടെ കയ്യിൽ തൻ്റെ കൊച്ചുകുട്ടിയെ കൊടുത്തു. 6 മാസം പ്രായമുള്ള കുട്ടിയെ. ആ കുട്ടിയെ താഴ്ത്തി 20 അടി മേലെ താഴ്ത്തു വീണു. മരിച്ചു പോയില്ലെന്ന് മാത്രം, എൻ്റെ കൈയൊടിഞ്ഞു. ഈ 2 ഇൻസിഡന്റിലും ആരാ കുറ്റക്കാര്? ആ വഴി നടത്തിയ ദൈവങ്ങൾ വഴി നടത്തിയതാണ് കുട്ടിയെ. അവിടെ നായ്ക്കളുണ്ട്, ആടുമാടുകളുണ്ട്, ബസ്സുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, ഓട്ടോറിക്ഷയുണ്ട്. എന്നിട്ട് ഈശ്വരൻ ആ കുട്ടി വീട്ടിലെത്തി. പാവം. ആ കുട്ടിയുടെ തന്തയും തള്ളയല്ലേ തല്ലേണ്ടത്? മുലകുടി മാറി ആ സമയത്തെ കൊണ്ട് കുട്ടിയെ IAS കാരനാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഗുദാമിന് കൊണ്ടാക്കിയത് UKG. രണ്ടാമത് 6 മാസം പ്രായമുള്ള കുട്ടികളെയാണ് 20 അടി മേലെ കിടന്നിട്ട് വിക്രാസ് കാണിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ വിക്രാസ് കാണിക്കുന്ന മുഴുക്കുടിയന്മാരെ കയ്യിൽ കൊടുക്കുന്നത്. കൈ തെറ്റി ആ കുട്ടി താഴെ വീണു. ഇപ്പോഴും മരിച്ചില്ലെന്ന് മാത്രം, കൈയൊടിയെ മാത്രമേ ചെയ്തുള്ളൂ. അവിടെയും അട്ടി കൊടുക്കേണ്ടത് ആർക്കാണ്? അന്ധവിശ്വാസ പ്രചരണം നടത്തുന്നവരോ, കമ്മിറ്റി കോടാലികൾക്കോ? അതോ ആ കുട്ടിയെ നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇവന്റെ കയ്യിൽ കൊടുത്ത അച്ഛനും അമ്മയ്ക്കോ? ആർക്കാ അടി കൊടുക്കണ്ടേ? നിങ്ങൾ പറ. നമസ്കാരം. നിരനിരയായിട്ട് 2 ദിവസം മുൻപും ഇന്നും 2 കൊച്ചു കുഞ്ഞുങ്ങൾ. അതിലൊരു കുട്ടിക്ക് നടക്കാറായി തുടങ്ങിയിട്ടേ ഉള്ളൂ, 2.5 വയസ്സായിട്ടുള്ളൂ. ഇപ്പോഴും കാലുറച്ചു എന്ന് പറയാറായിട്ടില്ല. ആ കുട്ടിയെ കൊച്ചുകുട്ടികളുടെ നഴ്സറിയിൽ കൊണ്ട് ചേർത്തു, LKG UKG കൊണ്ട് ചേർത്തു. ആ കുട്ടിയെ നോക്കി സംരക്ഷിക്കേണ്ട അവിടെ ഉണ്ടായിരുന്ന 3 സ്ത്രീകൾ, ടീച്ചർമാർ, അവർ എല്ലാവരും കൂടി കല്യാണത്തിന് പോയി. ഈ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ കുട്ടിയെ തുറന്നു കിടക്കുന്ന വാതിലും തുറന്ന് ആ കുട്ടി പുറപ്പെട്ടു. ഇവിടെ എൻ്റെ വീട്ടിൽ എന്നും വൈകുന്നേരം ഒരു കൊച്ചു കുട്ടി വരും. അവൻ്റെ ഫോട്ടോ ഇതിൽ കാണിക്കാൻ പറ്റില്ല, ഫോട്ടോ കാണിച്ചാൽ അത് എടുക്കില്ല. കൊച്ചുകുട്ടികളുടെ ഫോട്ടോ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പം എന്ന് വരുമ്പോഴും ആദ്യം അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, വരുമ്പോൾ ഞാൻ ഇവിടെ ദോശ ഉണ്ടാക്കി കൊടുക്കുക. അവന് വേണ്ടി മാത്രം ഞാൻ കോഴിമുട്ട വാങ്ങിച്ചു വെച്ചിരിക്കുക. ഇനി ഏതെങ്കിലും സംഘപരിവാറിൻ്റെ ആൾക്കാർ എന്നെ തല്ലാൻ വരുമ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കാണുന്നതിനകത്ത് എന്തായിരിക്കും എന്നറിയോ? കോഴിമുട്ട. ഓരേ പൂരം. അല്ലെങ്കിൽ തന്നെ സ്വാമി കള്ളനാണല്ലോ. അപ്പം അവൻ വരുമ്പോൾ ഒരു കോഴിമുട്ട, ദോശ, ചെറിയ ദോശ ഉണ്ടായിട്ട് അതിൽ കോഴിമുട്ട അതിനകത്ത് ഒഴിച്ച്, അതാണ് അവർ ദിവസം കൊടുക്കുക. അപ്പോൾ അവൻ്റെ ആ വരവ് എനിക്കൊരു ആഘോഷമാണ് വാസ്തവത്തിൽ. അവനും ഇതുപോലെ ഇപ്പോൾ 2 വയസ്സ്, അടുത്ത മാസം 2 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. അവൻ കയറി വന്നാൽ പറയുന്നൊരു വാക്കുണ്ട്, ദോത്താ ദോത്താ എന്ന്. ഇപ്പൊ ചില സമയത്ത് അവൻ ഷാ എന്ന് പറയുന്നുണ്ട്, ദോശ എന്ന് പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നത്. ഈ കുട്ടി വഴിയുടെ ഒരു സൈഡ് ചേർന്ന് 2 കിലോമീറ്റർ നടന്ന് ആ കുട്ടി വീട്ടിലെത്തി. കേട്ടോ, വീട്ടിലെത്തി. കാറ് പോകുന്ന വഴി, ബസ് പോകുന്ന വഴി, ആടുമാടുകളുള്ള വഴി, അതുപോലെ തന്നെ നായ്ക്കൾ പട്ടികളൊക്കെ നിരക്ക പരക്കാനുള്ള കയറ്റതൊക്കെയുള്ള വഴി. ഏതായാലും അവൻ്റെ മുൻപിലും പിൻപിലും ആരോ ഉണ്ടായിരുന്നു വേണം കരുതാൻ. ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് ഓടിയിരുന്നത്. ഒരിക്കൽ പോലും ആ സൈഡിൽ നിന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നൊരു ഒരു സംഭവമുണ്ട്. അന്ധവിശ്വാസമാണ്, പക്ഷെ രസകരമാണ്. ഗുരുവായൂർ 2 കുട്ടികൾ, അവിടെ ആ ഭാഗത്തുള്ള കുട്ടികളാണ്, അവിടുത്തെ അമ്പലവാസികളുടെ കുട്ടികളാണ്. ഈ കുട്ടികൾ അവിടെയുള്ള കടകളിലുള്ള ആരെങ്കിലുമൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോൾ ഈ കുട്ടികൾ പോയിട്ട് അതിൽ പഴം ഉരിഞ്ഞ് തിന്നും.
ആ കുട്ടികൾ തല്ലാൻ പറ്റില്ല, പാവം കുട്ടികളാണ്. അപ്പോൾ ഇവരെ കൊണ്ട് ശല്യമായല്ലോ. അങ്ങനെ അവസാനം ഇവര് അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരിയോട് പറഞ്ഞു, ഈ കുട്ടികളെ ഇവന്മാർ രണ്ടുപേരും ഭയങ്കര വില്ലന്മാരാട്ടാ, അവിടെ പഴവിരിഞ്ഞു. ആഹാ, അങ്ങനെ ചെയ്തു, എന്നാൽ നമുക്ക് 2 കുട്ടികളെ ശിക്ഷിക്കണം എന്നായി. അങ്ങനെ 2 കുട്ടികളും പറഞ്ഞു നാരായണ മന്ത്രവും ജപിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തെ വലം വയ്ക്കാൻ പറഞ്ഞു. ആ ക്ഷേത്രത്തിനുള്ളിൽ അത്രയേ ഉള്ളൂ ശിക്ഷ. അങ്ങനെ വലം വയ്ക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. 2 കുട്ടികളാണ് വലം വയ്ക്കുന്നത്. 6 കാലുകളാണ് നിലത്ത് പതിയുന്നത്. ഇത്രയായപ്പോ അവിടെ അന്ന് തന്ത്രി വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം പറഞ്ഞു നിർത്തുക, വേഗം നിർത്തുക എന്ന് പറഞ്ഞു. എന്തോ വേവനാതി പൂണ്ടു, ഭയത്തോട് നിർത്തുക എന്ന് പറഞ്ഞു. നിർത്തി. ആ കുട്ടികൾക്ക് എന്തൊക്കെയാ കൊടുക്കാൻ പറഞ്ഞു. ഇതെന്തെങ്ങനെ, കുട്ടികളെ ശിക്ഷ പരിപൂർണമായിട്ടില്ലല്ലോ. എന്നോട് ഇങ്ങോട്ടും ചോദിക്കേണ്ട, കുട്ടികൾക്ക് വയറ് നിറയെ ഇഷ്ടമുള്ളത് ആ കുട്ടികൾ വന്നാൽ അവർക്ക് എന്താ വേണ്ട കൊടുത്തോളൂ, ഞാൻ പൈസ തരാമെന്നായി അവിടുത്തെ തന്ത്രി. എന്താ സംഭവം എന്ന് മനസ്സിലാവും. പക്ഷെ തന്ത്രിയെ ധിക്കരിക്കാൻ അവിടെ ആർക്കും ധൈര്യമില്ല. കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്ത്രി തീരുമാനമൊന്നും പറഞ്ഞില്ല. പക്ഷേ അവിടെ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളത് നവനീത ചോരനാണ്, ഉണ്ണിയാണ്, പട്ടുകോണകമെടുത്ത ഉണ്ണിയാണ് അവിടെയുള്ളത്. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ നമ്മൾ അവൻ ഇവൻ എല്ലാം അവൻ്റെ കയ്യിലാണെന്നെങ്കിൽ പറയണ കാര്യം. കുട്ടിയാ കള്ളനെന്ന് വിളിക്കും, കള്ളകൃഷ്ണൻ, കള്ളനാണു കണ്ണൻ. അതിനും കുഴപ്പമില്ല, അല്ല സത്യമാണല്ലോ. വെച്ചോപ്പം കണ്ടത് എന്താണെന്ന് വെച്ചാൽ സമയം കിട്ടുമ്പോഴൊക്കെ കണ്ണൻ അവിടെ നിന്ന് ഇറങ്ങാറുണ്ട് അത്രേ. എന്നിട്ട് ഈ 2 കുട്ടികളും കൂടിയിട്ട് പഴം കക്കുക, ഇങ്ങനെയുള്ള കുറെ പരിപാടികളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ശിക്ഷ കൊടുത്തപ്പോൾ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ അവരുടെ കൂട്ടത്തിൽ കണ്ണനും ചേർന്നത്. അങ്ങനെയാണ് 2 കുട്ടികളെ പ്ലസ് ഒരു കുട്ടി, 3 കുട്ടി 6 കാലുകളും നിലത്ത് പതിഞ്ഞതെന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ശാസ്ത്രീയമായിട്ട് വിശകലനം ഒന്നും ആവശ്യപ്പെടരുത്. എൻ്റെ മനസ്സിന് കുളിരുണ്ടാക്കിയ ഒരു കഥ അത്രമാത്രം. അപ്പൊ ഈ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ 2 കിലോമീറ്റർ നടത്തം, ആ കൊച്ചുകുട്ടിയുടെ നടത്തം 100% ഉറപ്പാണ് മുമ്പിൽ ഈശ്വരന്മാര് കാവലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ കുട്ടിക്ക്, കാരണം നേർവഴിയല്ല, ഒരു വഴി പോയിട്ട് വളയണം, വളഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വളഞ്ഞ് പിന്നെയും ഒരു വളവുണ്ട് അവരുടെ വീട്ടിലേക്ക്. ആ ചെന്ന് കയറി ഉടനെ അവിടെ അമ്മൂമ്മ ഉണ്ടായിരുന്നു, ആ അവരുടെ മേലേക്ക് ചാടി കയറി. അപ്പം ആ കുട്ടി ഉറക്കത്തിലാണ്ട് പോയി. അപ്പോൾ അർദ്ധബോധാവസ്ഥയിലാവും നടന്നിരുന്നത്, അവനെ കൈ പിടിച്ച് നടത്തുകയായിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ ഒരു വരവിന് ഈശ്വര നിനക്ക് നന്ദിയെന്നേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ആ കുട്ടിയെ, ഈ 2 വയസ്സുള്ള കുട്ടിയെ, 2.5 വയസ്സുള്ള കുട്ടിയെ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്ത പരിപാടി. പണ്ടേ പറയാറുണ്ട്, ഈ UKG LKG ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ IAS-കാരനാക്കണം, അവൻ IPS ആക്കണം. ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ കൊച്ചുകുട്ടി അമ്മയുടെ മുലയെന്നത് അവനെ ഊരി വലിച്ചെറിയുന്ന UKG-യിലേക്കും LKG-യിലേക്കും. പഠനം ആരംഭിക്കേണ്ടത് അച്ഛനിൽ നിന്നാണ്, പഠനം ആരംഭിക്കേണ്ടത് അമ്മയിൽ നിന്നാണ്, പഠനം ആരംഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ഷൂസും കോട്ടും ടൈയും കുട്ടികളെ മറ്റേ ചന്ദ്രനിലേക്ക് അയക്കണ പോലെ പുറകിൽ ഓരോ സാധനങ്ങൾ തൂക്കിയിട്ട് കൊടുത്ത് കൂടി ആട്ടി കൊടുക്കല്ലേ വേണ്ടത്. ഈ അച്ഛനമ്മമാർക്ക് അട്ടി കൊടുക്കല്ലേ വേണ്ടത്. 5-6 വയസ്സ്, എൻ്റെ അഭിപ്രായത്തിൽ 6 വയസ്സ് വരെ ഈ കുട്ടികൾ 1-ാം ക്ലാസ്സിൽ പോലും വിട്ടായിരുന്നു. ആ സമയത്ത് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. 6 വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോയില്ലെങ്കിലും അവൻ മാങ്ങാന്ന് പറയില്ലേ, ചക്ക കണ്ട ചക്ക എന്ന് പറയില്ലേ.
TV ഡാൻസ് കണ്ട് ഞാൻ കൈയടിച്ച് രസിക്കില്ലേ? അവൻ്റെ ജന്മം കളയല്ലേ ചെയ്യുന്ന? അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് 2.5 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് ഉറങ്ങേണ്ട സമയം 12 മണിക്കൂറാണ് ആ കുട്ടി ഉറങ്ങുക. ചിലപ്പോൾ 14 മണിക്കൂർ വരെ ഉറങ്ങും. ഈ കുട്ടിയാണ് അവിടെ കൊണ്ടിടുന്നത്. അവന് വസ്ത്രത്തിനുള്ളിലിരിക്കാൻ അപ്പോഴും താല്പര്യം ഉണ്ടാവില്ല. അവനപ്പോഴും എല്ലാം ഞാത്തിയിട്ട് കൊടുക്കാൻ അവനും ഇഷ്ടം. അതാണ് നമുക്കും കാണാൻ താല്പര്യം. 2 വയസ്സുള്ള കുട്ടികളെയും പണ്ട് കോണം കൊടുത്താണ് നടന്നിരുന്നത്. ഇപ്പം എന്തെല്ലാം വേഷങ്ങളാണ് ധരിപ്പിക്കുന്നത്. മാതാപിതാചമേ ശത്രുഹു, മാതാവും പിതാവും അങ്ങനെ ശത്രുക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി അവിടെ എത്തിച്ചേർന്നു കേട്ടോ. അവരതാ പറഞ്ഞത്, എൻ്റെ കുട്ടി തിരിച്ചു കിട്ടിയല്ലോ എന്നാ പറഞ്ഞത്. ഒരിക്കലും ആ കുട്ടിയുടെ മുഖം ഞാൻ കണ്ടുള്ളൂ. ഇവിടെ എവിടെയും അടുത്തഞ്ച് പോയി കണ്ടേനാ കുട്ടിയെ, ഈശ്വരകൃപയുള്ള കുട്ടിയായതുകൊണ്ട്. അപ്പം അവിടെയും കുറ്റവാളി ആ കുട്ടി അച്ഛനും അമ്മയുമാണ്. എന്തിനാ കുട്ടികളെ 5-6 വയസ്സ് വരെ വീട്ടിൽ വളർത്തിയിട്ട്? അതല്ല, അച്ഛന് ജോലി, അമ്മയ്ക്ക് ജോലി, മുത്തച്ഛന് ജോലി, അമ്മൂമ്മയ്ക്ക് ജോലി, വീട് കാലി, എല്ലാവർക്കും ജോലിയാ, വീട് കാലിയാ, ഹോട്ടലിൽ നിന്ന് ആഹാരം, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു വമ്പൻ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5 പേർക്ക് അതിനുള്ളിൽ കയറി അത്രയും വലിയ ഫ്രിഡ്ജ്. ഞായറാഴ്ച ദിവസം ഒരു ചാണകക്കുന്തി പോലെ ഇത്ര ചമ്മന്തി ഉണ്ടാക്കി വയ്ക്കും. ഒരു 1.5 പറ സാമ്പാർ ഉണ്ടാക്കി വയ്ക്കാൻ അതിൻ്റെ ഉള്ളിൽ തള്ളി വയ്ക്കും. പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് പുനഃസ്തപ്തം പാഷാണം വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ, പാഷാണമാണ്, വിഷമാണ്, അതിൽ നിന്ന് എടുക്കുക. ചമ്മന്തി കുറച്ച് അതിൽ നിന്ന് എടുത്തു, എന്നിട്ട് തിങ്കളാഴ്ച കഴിച്ചു, ബാക്കിയുള്ള ചമ്മന്തി അതിനകത്ത് തന്നെ എറിഞ്ഞു വെച്ചു. ചൊവ്വാഴ്ച അതിന് ചമ്മന്തി എടുത്തു, അത് കഴിച്ചു, വീണ്ടും അതിനകത്ത് എറിഞ്ഞു വെച്ചു. സാമ്പാറും അതുപോലെ. എങ്ങനെയാ ഗുണം പിടിക്കാണ്ടിരിക്കുക? 30 വയസ്സാവുമ്പോഴേക്കും ആൾക്കാർ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്താ പ്രശ്നമില്ല? പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, കുഷ്ഠരോഗം ഉണ്ടോ? ഇതൊക്കെ ചോദ്യം. അങ്ങനെയായി. ഒരു രോഗവുമില്ലാതെ ഈ ലോകം വിട്ടുപോകാൻ ആർക്കപ്പം കഴിയുന്നത്? അതിന് കാരണം ഇതാണ്. കുടുംബിനിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും വലിയ ഡ്യൂട്ടി പ്രജാസൃഷ്ടിയാണ്. കുട്ടികളെ വാർത്തെടുക്കുക. കുട്ടികൾ മാംസപിണ്ഡമാണ്. അവരെ വാർത്തെടുത്ത് അവരെ സത് പ്രജകളാക്കി രാഷ്ട്രത്തിലേക്കാണ് കൊടുക്കേണ്ടത്. അതിന് പകരം അവരാരെയും കയ്യിൽ വിടുകയാണ്. വീട്ടിൽ ആയാന്ന് പറഞ്ഞാൽ ഒരുത്തിയുണ്ടായിരിക്കും. അവളുടെ വിക്രാസുകൾ കണ്ടിട്ട് ഊഹം പഠിക്കുക. അപ്പം അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ വേണ്ട. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നവിടെ എന്തോ ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞ് അമ്പലത്തെമ്മാടിത്തരത്തിൽ ഒരു പുതിയ തെമ്മാടിത്തരം വേണ്ടത്രയാണ്. തെമ്മാടി മറ്റേ ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളാണല്ലോ, കുപ്പകളാണല്ലോ, ശവക്കുഴികളാണല്ലോ ക്ഷേത്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ബിഗ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. അവിടെ ദൈവമുണ്ടെന്ന് ആരാ പറഞ്ഞേ? കല്ലുണ്ട്. ഗുരുവായൂരപ്പൻ കല്ല്, ശബരിമല കല്ല്, ചോറ്റാനിക്കര കല്ല്. ദൈവം എന്ന് പറഞ്ഞതിന് അർത്ഥം വേറെയാ. ആ ധർമ്മപൂർവമുള്ള പഴയകാല കർമ്മങ്ങളും ഈ കർമ്മങ്ങളും തമ്മിലുള്ള ഒരു അതിനൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. വേദാന്തത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ദൈവം, എന്താണ് ഭഗഗുണങ്ങൾ, സമ്മിളിതഭാവമായിട്ടുള്ള ഭഗവാൻ, എന്താണ് ഐശ്വര്യം, വീര്യം, കീർത്തി, ജ്ഞാനം, ശ്രീത്വം, വിരാഗത്വം എന്ന് പറഞ്ഞ ഭഗഗുണങ്ങള്. ഈശ്വരഭാവമുള്ള ഈശ്വരൻ. എന്താണ് ഈശ്വരൻ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വെറുതെ പറയില്ല. ഇനി കൂലി കിട്ടിയാലേ പറയുള്ളൂ. ഹിന്ദുക്കളുടെ കാര്യം പറയില്ല. അവർ കേൾക്കരുത്. കാരണം അവർക്ക് സന്യാസിമാരെ പുച്ഛമാണ്. അതെന്താവട്ടെ, അവരിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇത് കേരളത്തിലിപ്പോൾ അച്ഛന്മാർ ആന വന്ന് കുത്തി മറയ്ക്കുന്നുണ്ട്. ഹിന്ദുക്കളുടെ വീട് കുത്തി മറയ്ക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളുടെ കുത്തി മറയ്ക്കുന്നുണ്ട്. പക്ഷെ ഇടപെടുന്ന അച്ഛന്മാരാ. എവിടെ തലയന്മാരും ചട്ടുകാലന്മാരും കോങ്ങണ്ണന്മാരും വലിയ ഗീർവാണം മുഴക്കുന്ന സന്യാസിമാര്. ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയം നടത്തുക, ബാലസദനം നടത്തുക, ഗീത പറയുക, ഇത്രയേ ഉള്ളൂ. വേറൊന്നും അവരുടെ ലോകത്തിൽ പെട്ടിട്ടില്ല. സന്യാസം കിട്ടിയ പിന്നെ ഫണ്ട് ശേഖരിക്കലായി. ഞങ്ങൾ കുഷ്ഠരോഗാലയം പണിയാൻ പോവാണ്, ബാലാലയം പണിയാൻ പോവാണ്,
മറ്റെന്താണ് പിന്നെ പറയാൻ്റെ അനാഥാലയം പണിയാൻ പോവാണ്, വൃദ്ധസാനം പണിയാൻ പോവാണ്, എന്നിട്ട് പൈസ പിരിക്കുക. സമൂഹത്തിലേക്കൊരു നോട്ടം അവർക്കില്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയും ഇപ്പോൾ കാണുന്നുണ്ടോ? ഏതൊരു അമ്പലത്തിൽ ഇവറ്റകളെ കയറ്റില്ല. അവരെ അമ്പലത്തിൽ കയറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ കയറില്ല, അത്രയേ ഉള്ളൂ. അപ്പം അതിന് പകരം ഇപ്പം RSS സ്പോൺസേഡ് കുറേ ഇണ്ണാമൻ സ്വാമിമാരും കുറേ RSS ചേട്ടന്മാരും ഇപ്പോൾ വേദാന്തൊക്കെയും പറയണേ, നമ്മളൊക്കെയും പിന്മാറി. അപ്പം അതൊക്കെയും പോട്ടെ. ഈ ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞിട്ട് 6 മാസം പ്രായമുള്ള കുട്ടിയെ മേലോട്ട് കൊണ്ടുപോകുന്നു. ഈ കൊണ്ടുപോകുന്നവൻ നിലത്തല്ല നിൽക്കുന്നത്, അവനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ കെട്ടിത്തൂക്കി ഇടുന്ന സമയത്ത് അവരവിടെ നിൽക്കണ്ടേ? അവന് സാധാരണഗതിയിൽ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അവനെന്താ, മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ എത്തുന്നവരെ വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ വെള്ളം കുടിച്ചിട്ടാണ് കയറുന്നത്, നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടാണ് കയറുന്നത്. എന്നിട്ട് 6 മാസം വരെ പ്രായമായിട്ടുള്ള കുട്ടികളെ കയ്യിൽ കൊടുക്കുകയാണ് ഈ ചെളുക്കകള്, ഈ തെണ്ടി പരീക്ഷകള്. തൻ്റെ മക്കളെയാ ഇതെങ്ങനെ തൻ്റെ മക്കളെ ഒരു സ്ത്രീ പ്രസവിച്ചു, നമ്മളൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ, ഇവർ പ്രസവിച്ച ഒരു കുട്ടിയാണെങ്കിലും കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഗ്രാമത്തിൽ പലരും കൊടുക്കുന്നു കാണുന്നുണ്ട്. എന്നിട്ട് ഇയാളും വളരെ മാരകമായിട്ട്, എൻ്റെ ദൈവം ഇവർക്ക് എന്താ ചെയ്യേണ്ടത്? അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ എന്ത് പണി ചെയ്തോ? നിങ്ങൾ തല വെട്ടിപ്പൊളിച്ചോ, ശൂലം കുത്തിക്കയറ്റിക്കോ, അത് നിങ്ങൾ ചെയ്യണം. പക്ഷെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ആ കുട്ടികൾ എന്തറിയുന്നു വിഭോ? അതിനെ കൊണ്ട് മേലോട്ട് കൊണ്ടുപോയിട്ട് കുട്ടി കരച്ച കുട്ടികൾ, പേടിച്ച് കരയാണ് കുട്ടികൾ. ഇവൻ കയ്യിലിട്ട് ഇങ്ങനെയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക കുട്ടി. ദേവപ്രസാദമാണ് അത്ര, ദേവിയുടെ പ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. അതിലൊരു കുട്ടി അവൻ്റെ കയ്യിൽ നിന്ന് വീണു. ആ കുട്ടിയുടെ കൈയൊടിഞ്ഞു, ആശുപത്രിയില. അതിന് ആയുസ്സുള്ളത് കൊണ്ട് കൈയൊടിയെ മാത്രമേ ചെയ്തുള്ളൂ. വീണത് ഏകദേശം 20 അടി മേലെ നിന്നാ താഴ്ത്തി വീണത്. ആലോചിച്ച് നോക്കണം. ഇവരുടെ എല്ലാത്തിനും ചേർത്ത് നിർത്തിയിട്ട്, ഒരു റൂമിനകത്ത് ചേർത്ത് നിർത്തിയിട്ട് എല്ലാ വാതിലും അടച്ചിട്ട് അതിനകത്ത് സൈനൈഡ് പുക വിടുകയല്ലേ ചെയ്യേണ്ടത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ മുഴുവൻ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് ഇതേ പ്രശ്നം. ഇത് 2024 ആണ്ടോ അത് 1024 ആണ്ടോ? ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? പറഞ്ഞു വരുന്നത്, ആ വഴി നടന്നു വന്ന ആ കൊച്ചു മോൻ അവൻ്റെ അച്ഛനെയും അവൻ്റെ അമ്മയെയും അവൻ്റെ അമ്മൂമ്മയാണ് അടിക്കേണ്ടത്, നല്ല അടി വെച്ച് കൊടുക്കേണ്ടത്. വീട്ടിൽ വളരേണ്ടുന്ന കുട്ടി, അമ്മയ്ക്കും ജോലി, അച്ഛനും ജോലി, അമ്മൂമ്മയ്ക്കും ജോലി, മുത്തച്ഛനും ജോലി, വീട് കാലി. അടുത്ത കേസാണ് 6 മാസമായ കുട്ടിയെ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിയ ഒരു രാക്ഷസന്റെ കയ്യിൽ. തലയ്ക്ക് വെടിവുള്ളതിൻ്റെ മേലെ തൂക്കി കെടുക്കുവോ? വെള്ളടിച്ചിട്ടാ മേലോട്ട് കയറിയിട്ടുള്ളവൻ. അവൻ്റെ കയ്യിൽ ആ കുട്ടിയെ കൊടുക്കുന്നത്, പൊന്നോമനാവഞ്ഞ കുട്ടിയെ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മുഖത്ത് പണ്ട് MT വാസുദേവരുടെ പള്ളിവാളും കാൽച്ചിരുമ്പിലും നമ്പൂരിപ്പാട് കാണിച്ചാലോ, മറ്റേ വെളിച്ചപ്പാട് കാണിച്ച പോലെ കാർക്കിച്ച് തുപ്പ്. ഏത് ഗുരുവായൂർ അപ്പച്ചനാണെങ്കിലും തുപ്പ്, ഏത് ചോറ്റാനിക്കിലെ ഭ്രാന്തത്തിയാണെങ്കിലും തുപ്പ്, ഏത് കൺട്രോൾ അയ്യപ്പനാണെങ്കിലും തുപ്പാൻ പഠിക്കണം ഹിന്ദുക്കൾ. കല്ല് ദൈവങ്ങളുടെ മുഖത്ത് തുപ്പാൻ പഠിക്കണം ദൈവം. അതിൻ്റെ പേരിലാണ് ഈ വൃത്തിയേട് കൂടെ നടക്കുന്നത്. അന്ധവിശ്വാസമാണ് ജനങ്ങളിലേക്ക് കുത്തിക്കയറ്റാൻ പറ്റിയ ഏറ്റവും നല്ല പരിപാടി. അത് വളരെ ഭംഗിയായിട്ട് എല്ലാ അമ്പലങ്ങളും നടത്തുന്നുമുണ്ട്. എൻ്റെ നാട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് അത് കാട്ടിലേക്ക് കയറി പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള 2 or 3 കല്ല് ആ കാട്ടിലേക്ക് കയറി പോകുന്ന ആൾക്കാർ അതിൻ്റെ കീഴിൽ കുറച്ച് പൈസയ്ക്കും വെക്കും. അന്ന് പറഞ്ഞാൽ 1 രൂപ 2 രൂപയ്ക്കല്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആ പൈസ ആരൊക്കെ എടുത്തു കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. ഇന്ന് അവിടെ ഒരു പ്രത്യേക പൂജ ആരംഭിച്ചു. കാരണസിദ്ധി പൂജയാണ് അതിനു വേണ്ടിയിട്ട് അമ്പലങ്ങൾ നടത്തുന്നത്. പരമകാരണ സ്വരൂപം എന്താണെന്ന് അറിയാൻ വേണ്ടി അതിന് പോലെ കാര്യസിദ്ധി പൂജ നടത്തിയപ്പോൾ കോടിക്കണക്കിന് വരുമാനമുള്ള ഒരു ക്ഷേത്രമായിട്ട് മാറി. തകർന്നു പോയത് ആരാണ്? ഇവിടുത്തെ ഹിന്ദുക്കളാണ് തകർന്നു പോയത്. എന്തായാലും
ഈ രണ്ട് സംഭവത്തിലും പ്രധാന പ്രതികൾ അച്ഛനമ്മമാരാണ്. അവർക്കാണ് അടി കൊടുക്കേണ്ടതെന്ന് അർത്ഥം. ഇനിയും നിങ്ങളുടെ അരുമ മക്കളെ, അച്ഛന് മാത്രം ജോലി മതിയിട്ടാ, അച്ഛനും ജോലി, അമ്മയ്ക്കും ജോലി, എല്ലാവർക്കും ജോലി. ആ വീടിലെ അതായത് മുളയാനുള്ളൊരു സ്ഥലം, രാത്രി ഒന്നും മുളയാനുള്ളൊരു സ്ഥലം മാത്രമാണ് വീട്. പകൽ അടച്ചുപൂട്ടി പോക്ക. അപ്പോൾ കുട്ടിയുടെ കാര്യം എന്ത് ചെയ്യും? കുട്ടി അവിടെ കൊണ്ട് തള്ളാം. അതിന് വേണ്ടിയിട്ടാണ് പ്ലേ സ്കൂള്. പ്രസവിച്ച കൊണ്ട് കുട്ടിയെ അവിടെ കൊണ്ട് ചേർത്താന്ന് പറയണം. അപ്പോൾ അവർ മറന്നു കിടക്കുക. ആ കുട്ടി ഏതോ കുറേ ആൾക്കാർ ഒന്ന് ശമ്പളത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ എത്രത്തോളം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഓരോ മണിക്കൂറിലും അവന് പാല് കിട്ടണം, കൊഴുപ്പുള്ള ആഹാരം കിട്ടണം. കൊച്ചുകുട്ടികൾ 10, 12, 14 മണിക്കൂർ ഉറങ്ങണം. ഈ സമയത്താണ് വേറെ സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിലും, കൊച്ചുകുട്ടികളോട്, അരുമകളോട് വാത്സല്യമുണ്ടെങ്കിലും, നിങ്ങൾ ഒരാൾ വീട്ടിൽ നിൽക്ക്. ആ കുട്ടിയെ കാലുറയ്ക്കുന്നതിന് ശേഷം മാത്രം കൊണ്ട് 1, 2 കൊണ്ട് ചേർക്ക്. നമസ്കാരം.